കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ നിന്നും 26 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പെരുമാതുറ എന്ന പ്രദേശത്തെ ഒരു പൊഴിയാണ് മുതലപ്പൊഴി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ മുതലപ്പൊഴിയിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 78ആണ്. അടിക്കടിയായി ആവർത്തിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിലും സർക്കാർ മൗനം അവലംബിക്കുകയാണ്. ഇന്ന് നേർക്കാഴ്ചയിൽ ചർച്ച ചെയ്യുന്നത് മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയോ? ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം KLCയുടെ അതിരൂപത പ്രസിഡന്റായ ശ്രീ പാട്രിക് മൈക്കിളാണ്. സാർ നമസ്കാരം. നമസ്കാരം. ആഴ്ചകളുടെ ഇടവേളകളിലാണ് മുതലപ്പൊഴിയിൽ അപകടങ്ങളും തുടർന്നുള്ള മരണങ്ങളും സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശവമഞ്ചവും റീത്തുമായി ഒരു വലിയൊരു സമരം നിങ്ങൾ നയിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് മുതലപ്പൊഴിയിൽ സംഭവിക്കുന്നത്? മുതലപ്പൊഴി 2006 കമ്മീഷൻ ചെയ്തതിന് ശേഷം തുടങ്ങി വരുന്ന അല്ലെങ്കിൽ ഇന്ന് വരെ നടന്നു വരുന്ന അപകടങ്ങൾ, ഇത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടലിന്റെ ഒഴുക്കിന്റെ ദിശയും കാറ്റിന്റെ ദിശയും ഒക്കെ കൃത്യമായി പഠിച്ചിട്ട് വേണം മുതലപ്പൊഴിയിൽ ഹാർബർ പണിയാനും മറ്റ് പുലിമുട്ട് നിർമ്മാണം നടത്താനുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിപ്പോയതാണ് ഈ മുതലപ്പൊഴിയും അല്ലെങ്കിൽ മുതലപ്പൊഴി ഹാർബർ. ആളുകൾക്ക് സുഗമമായി മത്സ്യബന്ധനം നടത്തുവാൻ, അപകടങ്ങളൊന്നും കൂടാതെ പോകുവാനും വരുവാനും എന്നുള്ള രീതിയിലാണ് ഈ ഹാർബർ ഉണ്ടായതെങ്കിലും കേരളത്തിൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന, മരണങ്ങൾ നടക്കുന്ന ഒരിടമായി മുതലപ്പൊഴി മാറിയിരിക്കുകയാണ്. പല പ്രാവശ്യം പല രീതിയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിനൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. അദാനി ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തപ്പോൾ അവർക്ക് അത്യാവശ്യമായ സാധനങ്ങൾ, കല്ലും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും മറ്റും ഈ ഹാർബറിന്റെ അല്ലെങ്കിൽ ഈ ഒരു പുലിമുട്ടിന്റെ ഒരു ഭാഗം, തെക്ക് ഭാഗത്ത് പുലിമുട്ട് പൊളിച്ചു മാറ്റി അവരുടെ ബാർച്ച് പണി. അത് പോകുമ്പോൾ അവർ തിരിച്ചതുപോലെ പണിയാമെന്നുള്ളതായിരുന്നു അവരുടെ സർക്കാരുമായിട്ടുള്ള കരാർ. എന്നാൽ 2023 അവരവിടെ നിന്നും പോയിട്ടും അവരവിടെ ആ പുലിമുട്ട് നിർമ്മിക്കുവാനോ അതല്ലെങ്കിൽ അവിടെ മണ്ണ് ട്രച്ച് ചെയ്യുവാനോ അവിടെ അവർ തന്നെ പൊളിച്ചിട്ട കല്ലുകൾ നീക്കം ചെയ്യാനോ അവർ മുതിർന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാരണങ്ങളിൽ ഏറ്റവും വലുത്. അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അത് ഏത് ജാതിയോ ഏത് മതവുമോ ആയിക്കോട്ടെ, അവിടെ കൂടുതലായി പോകുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണ്. അതിനോടൊപ്പം തന്നെ ഹിന്ദു സഹോദരങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ആര് പോയിരുന്നാലും അവർ ആ വീടിന്റെ അന്നത്തിന് വേണ്ടി, ആ വീടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവരവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അവർ തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടാൽ ആ വീട് അനാഥമാവുകയാണ്. ഇവിടെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, ഇത് മരണങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടല്ല ഉണ്ടാവുന്നത്, സർക്കാർ നടത്തുന്ന കൊലപാതകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ മുന്നിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടും സർക്കാർ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ കരുതിക്കൂട്ട് നടത്തുന്ന കൊലപാതകങ്ങളാണ് ഇതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തേ സർക്കാരിന് ഇവിടെ തിരിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ട്? സർക്കാരിന് എന്തുകൊണ്ട് തീരദേശ ജനതയും തീരദേശത്തെ വിഷയങ്ങളും കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടും അത് പരിഹരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്? അപ്പോൾ അത്തരത്തിൽ സർക്കാർ തീരദേശ ജനതയെയും തീരദേശത്തുള്ള കാര്യങ്ങളെയും അവഗണിക്കുമ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങളും അരിയാഹാരം കഴിക്കുന്ന, വായു ശ്വസിക്കുന്ന മനുഷ്യരല്ലേ. ഞങ്ങൾക്കും സ്വതന്ത്രമായി മത്സ്യബന്ധനം നടത്തുവാനും അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തെ പറ്റുവാനും ഞങ്ങൾക്കും ആഗ്രഹമില്ലേ? ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു വലിയൊരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2018 കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് അത് ശരിയാക്കി എന്നുള്ള ഒരു പ്രതീതി വരുത്തുവാൻ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ശ്രമിച്ചു.
എന്നാൽ അന്നും ഇത് ശരിയായിട്ടല്ല നടത്തിയത് എന്നാണ് നമ്മൾ പറഞ്ഞത്. CWPRS പഠനം നടത്തുന്നു പൂനെ. അവർ തന്നെയാണ് നേരത്തെ ഇത് ശരിയാക്കിയത്. അതായത് സാധാരണഗതിയിൽ ഒരു വീടുണ്ടാക്കി അല്ലെങ്കിൽ ആ വീടിന്റെ അറ്റകുറ്റപ്പണി നടത്തി പരാജയപ്പെട്ടു പോയ അതേ ആളിനെ വിളിച്ച് പിന്നെയും അത് ശരിയാക്കാനായിട്ട് പറയുമ്പോൾ ഏച്ചു വെച്ചാൽ മുളച്ചിരിക്കും എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മുതലപ്പൊഴിയെ കാണാത്തതുപോലെ, മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുപോലെ, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ വിഴിഞ്ഞത്തിന്റെ തന്നെ കാര്യം വന്നപ്പോൾ ഇപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടം അവർ പണിയാൻ പോകുന്നു. 77 ഹെക്ടർ സ്ഥലം അവർ നികത്താൻ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഇനിയും 800 എന്ന് പറയുന്നത് 1200 മീറ്റർ അവർ പുലിമുട്ട് നീട്ടാൻ പോകുന്നു. ഇതൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിനു മുൻപേ നിർമ്മിച്ച, വെളിയിൽ നിന്ന് ആരും ഒന്നും നിർമ്മിച്ചല്ലോ, സർക്കാരിന്റെ അനുമതിയോടുകൂടി സർക്കാർ തന്നെ ചെയ്തതല്ലേ. ഇനി ഇത് ഏത് സർക്കാരുമായോട്ടെ, ഇന്ന് ഭരിക്കുന്ന സർക്കാരിന് അതൊക്കെ കാണുവാനും അത് പരിഹരിക്കാനുമായിട്ടുള്ള ഒരു ബോധ്യമില്ലേ? അത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൃത്യമായി കണ്ട് അത് ചെയ്യണ്ടേ? ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ, അവരെന്ത് ചെയ്യുകയാണെന്ന് അവർക്കേ അറിയില്ല. CWPRSന്റെ പഠന റിപ്പോർട്ടോ അതല്ലെങ്കിൽ അവര് പുതിയതായി ചെയ്യാൻ പോകുന്ന ഡ്രോയിങ്ങോ നമ്മളെ കാണിച്ചിട്ടില്ല. ഇന്നും അതുമായി ബന്ധപ്പെട്ട് അവരുടെ അവിടെ വിളിച്ചിട്ടും ഒരു മറുപടിയുമില്ല. അതൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി അല്ലാതെ അതൊന്നും തിരിച്ച് ഒന്ന് കാണിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കോപ്പി തരാനോ സാധിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അവർ ആരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? അവിടെ തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന, കാറ്റിന്റെ ദിശ അറിയാവുന്ന, കടലിനെ അടുത്തറിയുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ സഹോദരങ്ങളെ, അവരറിയുന്ന ആ കടൽ അറിവുകളെ അവർ പ്രയോജനപ്പെടുത്തണം. അവർ പറയുന്നതും കൂടി ശ്രമിച്ചുകൊണ്ട് അതിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനായിരിക്കണം ഈ സർക്കാർ ശ്രമിക്കേണ്ടത്, അതിന്റെ ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടത്. അനാഥരാകുന്ന കുടുംബം, അവർക്ക് 2006 മുതൽ നടന്ന ആ മരണങ്ങൾക്ക് പലർക്കും ഇന്നും ഒരു നഷ്ടപരിഹാരം കിട്ടാത്ത ആളുകളുണ്ട്. പലരും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഇതിനു വേണ്ടി സമരങ്ങൾ ഇതാക്കി, ഞങ്ങൾ എത്രയോ പ്രാവശ്യം സർക്കാരിനെ കണ്ടു, എത്ര നിവേദനങ്ങൾ നൽകി. ഞങ്ങളെ ബലം പ്രയോഗിച്ച് ഞങ്ങളെ സമരത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതേ പ്രവണത തന്നെയാണ് വിഴിഞ്ഞത്തും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ സാർ, ഈ വിഴിഞ്ഞം കാര്യം പറയുമ്പോൾ 100 ദിവസത്തിലധികം വിഴിഞ്ഞത്ത് ഒരു സമരം നടത്തിയിരുന്നു. വിഴിഞ്ഞം സമരം, മത്സ്യത്തൊഴിലാളികളുടെ 142 ദിവസം. അപ്പോൾ ഈ ഒരു ആ ഒരു വിഴിഞ്ഞം സമരത്തിന് ഒരു മുഖ്യ ആവശ്യം തന്നെയായിരുന്നു മുതലപ്പൊഴിയിലെ അശാസ്ത്രീയമായ നിർമ്മാണം അത് നേരെയാക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ആ ഒരു സമരം തീർന്ന അവസരത്തിലും സർക്കാർ ചില പൊടിക്കൈകളെല്ലാം അവിടെ കാണിക്കുകയുണ്ടായി മുതലപ്പൊഴിയിൽ. ഇതിൽ നിന്നെല്ലാം അതിനുശേഷം മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ആൻസറാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, വിഴിഞ്ഞം സമരം ഞങ്ങൾ ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു വികസനത്തിനെതിരായിട്ടല്ല സമരം ചെയ്തത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. സർക്കാർ നിരന്തരം പറയുന്നു വികസന വിരോധികൾ എന്നാണ് ലത്തീൻ സമുദായത്തെയും സഭയെയും പറയുന്നത്. ഞങ്ങൾ വികസന വിരോധികളല്ലായിരുന്നു. ഞങ്ങൾ ഇതുവരെ വികസന വിരോധികളല്ല. BSSCയും ടൈറ്റാനിയവും എയർപോർട്ടും ഒക്കെ വരുമ്പോൾ ഞങ്ങളുടെ ലത്തീൻ സഭ പറഞ്ഞിട്ട് സമുദായ അംഗങ്ങൾ കുടിയൊഴുക്കപ്പെട്ടിട്ട് ആ സ്ഥലത്താണ് അവർ ഇന്ന് വച്ചിരിക്കുന്നത്. ഇന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ കാർഗോ ടെർമിനൽ നടക്കുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മയും കുടുംബവും താമസിക്കുന്നത്. അവർ ഇതിനു വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ്. പകരം വസ്തുവോ വീടോ ഒന്നും ആ കാലത്ത് കൊടുത്തിരുന്നില്ല. ഇന്ന് വിഴിഞ്ഞം പദ്ധതി കാരണം വീട് പോകുമ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ഇപ്പോൾ കടലിലായത്. ഇന്ന് എനിക്ക് ആ സ്ഥലമോ വീടോ കാണിക്കണമെങ്കിൽ കടലിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിൽ വികസനത്തിന് വേണ്ടി പലതും ത്യജിച്ച ഞങ്ങളെയാണ് വികസന വിരോധികൾ എന്ന് പറയുന്നത്. ഞങ്ങൾ വികസന വിരോധികളല്ല. പകരം ഒരു വികസനം വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ അത് കാണാതെ പോകുമ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം അത് ശ്രദ്ധയിൽപ്പെടുത്തി നിവേദനങ്ങളിലൂടെയൊക്കെ കണ്ടു.
ഇതൊന്നും ശ്രദ്ധിക്കാതെ വർഷങ്ങളായി ഇവരുടെ പുറകിൽ നിന്ന് നടന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയത്. ആ പ്രതിഷേധം കൊണ്ടാണ് ഇപ്പോൾ വീട് പോയവർക്ക് ഇവിടെ ഫ്ലാറ്റ് പണിയാൻ അവർ തയ്യാറായത്. കടലിൽ പോകാത്ത സമയങ്ങളിൽ അവർക്ക് പകരം കാശ് കൊടുക്കാൻ, അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ കാശ് കൊടുക്കാൻ അവർ തയ്യാറായത്. മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ആവശ്യം തന്നെയായിരുന്നു മുതലപ്പൊഴി. ഞങ്ങൾ വിഴിഞ്ഞത്തോപ്പ് സമരം ചെയ്യുമ്പോഴും മുതലപ്പൊഴിയെ കുറിച്ച് പറയുകയായിരുന്നു. മുതലപ്പൊഴിയും ഞങ്ങൾക്ക് നന്നാക്കി തരണം, മാറ്റിത്തരണം, ശാസ്ത്രീയമായി പഠിച്ച് അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിഴിഞ്ഞം സമരത്തിലും ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് പൊഴിയൂരിലെ വിഷയം അന്ന് ഞങ്ങൾ വിഴിഞ്ഞം സമരത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് പൊഴിയൂരിൽ പോയി നോക്കണം. പൊഴിയൂരിൽ ഞങ്ങളുടെ ആളുകൾ മരിച്ചാൽ ആ മൃതശരീരം ഞങ്ങൾക്ക് അടക്കം ചെയ്യാൻ സെമിത്തേരിയിൽ പോകാൻ റോഡില്ലാത്ത ഒരവസ്ഥയാണ്. പലപ്പോഴും അന്യന്റെ വീട്ടിലൂടെയും അതല്ലെങ്കിൽ കറങ്ങി തമിഴ്നാട് ഭാഗത്തൂടെയും പോയി ഞങ്ങൾക്ക് അടക്കം ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അത്തരത്തിൽ ഞങ്ങളെ വളരെ മോശമായി കാണാൻ ആഗ്രഹിക്കുന്ന, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെ വളരെ മോശമായി കാണുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ വളരെ മോശമായി കാണും. ഞങ്ങൾക്കെതിരെ കേസുകൾ എടുത്ത് ഞങ്ങളെ പേടിപ്പിക്കുവാനും, കേസുകൾ എടുത്താൽ പേടിച്ചു പോകുമെന്നാണോ ഇവർ കരുതുന്നത്? കേസുകൾ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ലെന്നാണ് കണ്ടത്. ഞങ്ങൾ ഈ മിനിഞ്ഞാന്നും കൂടി നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ശവമഞ്ചവും പ്രതീകാത്മകമായി തന്നെ ഞങ്ങൾ ശവമഞ്ചവുമായിട്ട് റീത്തുമായിട്ട് തന്നെയാണ് നടത്തിയത്. എത്ര മരണങ്ങൾ ഞങ്ങൾ ഇനി കാണണം? എത്ര കുടുംബങ്ങൾ അനാഥരാകുന്നത് ഞങ്ങൾ കാണണം? ഇവരെന്ത് പരിഹാരമാണ് ഉണ്ടാകുന്നത്? ജനത്തിന്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും നോക്കേണ്ട സർക്കാർ എന്ത് സുരക്ഷയാണ് നടപ്പിലാക്കുന്നത്? ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ സാറേ, അവിടെ സ്ഥലം MLA അല്ലെങ്കിൽ അവിടുത്തെ MP ഇവരെല്ലാം എന്താണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ? ഞങ്ങൾ നടത്തിയ നിയമസഭാ മാർച്ചിന് തൊട്ടു മുമ്പും MLA-യുമായി സംസാരിച്ചു. MLA പറയുന്നത് ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അറിയിക്കാനുള്ളതൊക്കെ സർക്കാരിനെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം മുൻ ഡെപ്യൂട്ടി ഇതും കൂടിയാണ്, സ്പീക്കറും കൂടിയാണ്. അദ്ദേഹം സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കുറെ കടലാസുകൾ കാണിക്കുന്നു. ഞാൻ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ അത് ചെയ്തിട്ടുണ്ട്. ശരി, ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. എന്തേ ഇതിനൊരു പരിഹാരമാകുന്നില്ല? എന്തേ ഇത് ഇപ്പോഴും നിൽക്കുന്നു? MP-യെ കണ്ട് സംസാരിച്ചു. MP പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളാണ്. MP എന്നുള്ള നിലയിൽ MP ഫണ്ട് ഉപയോഗിച്ച് അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. MP-യും MP-യുടെ രീതിയിൽ സമ്മർദ്ദം ചെലുത്തണം. കേന്ദ്രത്തിൽ നിന്നാണ് ഫണ്ട് മേടിക്കേണ്ടതെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് മേടിച്ച്, MP ഫണ്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, MLA ആണെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, MLA അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യാം. ഇപ്പോൾ അടുത്തറിയുന്നത് 180 കോടി രൂപയുടെ പദ്ധതി അവിടെ ആവിഷ്കരിക്കുന്നു എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു, 180 കോടിയോ 200 കോടിയോ രൂപയുടെ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പോകുന്നത് കൃത്യമായ കാര്യമാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചുമ്മാ വെള്ളത്തിലൊടുക്കുന്ന പരിപാടിയാകരുത്. 180 കോടി രൂപയിൽ 80 കോടി രൂപ വെള്ളത്തിലൊടുക്കുകയും 100 കോടി രൂപ എവിടെ പോകുന്നെന്ന് അറിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കോടികൾക്ക് വിലയില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. 80 കോടി രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ 80 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും അത് നടക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. സംസ്ഥാന സർക്കാർ കൃത്യമായി പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ 80 കോടി രൂപ ഇവിടെ ഏത് രീതിയിലാണ് അവര് വകമാറ്റുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എപ്പോഴാണ് ഇത് തുടങ്ങുന്നതെന്നറിയില്ല. എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാകുന്നില്ല? ഏതൊരു ബുദ്ധിമുട്ട് വന്നിരുന്നാലും അല്ലെങ്കിൽ ഏതൊരു അപകടം വന്നിരുന്നാലും അത് സർക്കാർ പരിഹരിക്കാൻ വേണ്ടി ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആശങ്കയുള്ളവരുമായി ഒരു ചർച്ച ഉണ്ടാവണം. അന്ന് 4 പേർ കഴിഞ്ഞ 2023 ജൂണിൽ മരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഷോ കാണിക്കുന്നുവെന്ന് മന്ത്രിമാർ പറഞ്ഞവരാണ്. അന്ന് ആന്റണി രാജു MLA, മന്ത്രി ശിവൻകുട്ടി മന്ത്രി വന്നിരുന്നു. അന്ന് അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു അനിൽ മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷെ അനിൽ മന്ത്രി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം ശിവൻകുട്ടി മന്ത്രിയും അന്ന് മന്ത്രിയായിരുന്ന ആന്റണി രാജുവും ഞങ്ങൾ ഷോ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരോട് ഷോ കാണിക്കുന്നത്? ഇവർ വന്നല്ലേ ഷോ കാണിച്ചിട്ട് പോയത്. ഇവർ ജനങ്ങളോട് ഷോ കാണിക്കാനുള്ളവരാണ്. ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചുകൊണ്ട് ഇവർ ഷോ കാണിക്കാനുള്ളവരാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഷോ കാണിച്ച ഞങ്ങളോട് എന്തുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർത്തില്ല? ഞങ്ങൾക്ക് അവരോട് ഇനി ഷോ കാണിക്കാം. കാരണം പറഞ്ഞ വാക്കിന് വിലയില്ലാതെ, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ ഈ മന്ത്രിമാരോട് ഞങ്ങൾക്ക് ഇനി ഷോ കാണിക്കാനുണ്ട്. ഞങ്ങൾ ഇനി പല ഷോകളും കാണിക്കാൻ പോവുക. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന,
ഞങ്ങളുടെ കുടുംബങ്ങളെ അനാഥരാക്കുന്ന, ഞങ്ങളുടെ ആളുകൾ മരിക്കുന്ന ഒരു സമീപനം കണ്ടുകൊണ്ട് നിൽക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത്? പിന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്. ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് അന്ന് ഇവരൊക്കെ ആയിട്ട്, ഈ പറയുന്ന ശിവൻകുട്ടി മന്ത്രിയും അന്ന് ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ ആന്റണി രാജു ഒക്കെ ഉൾപ്പെടെയായിട്ട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മീറ്റിംഗ് വിളിച്ചത് 2021 ജൂലൈ 31 ആ മീറ്റിംഗിൽ അവർ തന്നെ മുന്നോട്ട് വെച്ച 7 കാര്യങ്ങളിൽ അവർ എന്ത് കാര്യമാണ് കൃത്യമായി ചെയ്തു തീർത്തത്? ട്രഡ്ജിങ് നടത്തേണ്ട സമയത്താണോ ട്രഡ്ജിങ് നടത്തുന്നത്? ഇനി ട്രഡ്ജിങ് ആണോ അവിടെ നടത്തുന്നത്? ട്രഡ്ജിങ് അല്ല. അവിടെ നടത്തുന്ന കാര്യങ്ങൾ എന്താണ്? ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ ഒരു JCB പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് അവിടുന്ന് കുറച്ച് മണ്ണുകൾ മാറ്റുകയാണ്. അദാനി പൊളിച്ചിട്ട പുലിമുട്ടിന് അവിടെ മണ്ണടിഞ്ഞപ്പോൾ ആ മണ്ണുകൾ മാറ്റുന്നതല്ലാതെ ഇവർ കൃത്യമായി ട്രഡ്ജ് ചെയ്യേണ്ട സ്ഥലത്ത് ട്രഡ്ജ് ചെയ്യുന്നില്ല, കല്ലുകൾ മാറ്റേണ്ട സ്ഥലത്ത് കല്ല് മാറ്റുന്നില്ല. ഇനി അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവര് പിന്നെ മണ്ണുകൾ എടുത്തു മാറ്റി തീരമില്ലാത്ത സ്ഥലങ്ങളിൽ ഇടുമെന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ഒരു സംവിധാനം ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ്. ഗവൺമെന്റിനെ നമ്മൾ കുറ്റം പറയുമ്പോഴും ഗവൺമെന്റ് മനസ്സിലാക്കണം ഞങ്ങൾ എന്തുകൊണ്ട് കുറ്റം പറയുന്നു എന്ന്. എത്ര പ്രാവശ്യം അവരെ മുന്നിൽ പോയി കൈനീട്ടുന്നത്? അവരെ മുന്നിൽ എത്ര പ്രാവശ്യമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്? ഞങ്ങൾ ഈ പ്രാവശ്യവും ഞങ്ങൾ വളരെ സമാധാനപരമായി തന്നെയാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിപ്പിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. സഭ നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ വികാരി ജനറൽ യൂജിനസ് പെരേര മോൺസിഞ്ഞർ പറഞ്ഞത്, സഭ നിർത്തിവെച്ചുകൊണ്ട് മുതലപ്പൊഴിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ വേറെ എവിടെയെങ്കിലുമാണ് മരണങ്ങൾ നടക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സമീപനം നടത്തുമോ? ഇതിനു മുമ്പ് പല അപകടങ്ങളും നടന്നു. ഓക്കെ, ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ 10 വർഷത്തിനിടെ 78ഓളം മരണങ്ങൾ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു, ഈ ഒരു മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നിട്ടും രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ അവരെന്താ ചെയ്യുന്നത്? അവർ പറഞ്ഞ 2 സ്പീഡ് ബോട്ടുകൾ ഉണ്ടാവും, പിന്നെ ആംബുലൻസ് സൗകര്യം ഉണ്ടാവും, വിളക്കുകൾ സ്ഥാപിക്കും. അവിടെ ഒന്നാമത്തത് വെളിച്ചക്കുറവാണ്. എങ്ങോട്ട് നീന്തണമെന്ന് അവർക്ക് അറിയാൻ സാധിക്കില്ല. തിരിച്ചു വരുമ്പോഴാണ് അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ ഇരുട്ട് ഉള്ള സമയങ്ങളിലാണ് വരുന്നത്. വെളുപ്പാൻ കാലം 1:30 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ വരുന്നത്. അവര് വെളിച്ചമില്ല, അവിടെ കൃത്യമായ ലൈറ്റ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് കാര്യം. എംപിയുടെ ഫണ്ടിൽ നിന്ന് 4 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലൈറ്റുകൾ പോരാ, ഇനിയും ലൈറ്റുകൾ ഉണ്ടാവണം. ഒരു ഹാർബറിൽ 4 ലൈറ്റുകളാണോ ഉണ്ടാവേണ്ടത്? അതല്ലെങ്കിൽ സർക്കാർ അത്തരത്തിലുള്ള സമീപനമാണോ ചെയ്യേണ്ടത്? ലൈറ്റുകൾ ഉണ്ടാവണം, ആളുകൾക്ക് ഓടി ഇറങ്ങി വരാൻ, കടലിൽ നിന്നും തിരിച്ച് അവർക്ക് വീടുകളിലേക്ക് എത്താൻ, ആ പൊഴിയിലൂടെ അവർക്ക് മുറിച്ചു കിടക്കാൻ സൗകര്യം ഉണ്ടാക്കുമ്പോൾ സൗകര്യത്തോടൊപ്പം അവർക്ക് വെളിച്ചം കൊടുക്കണ്ടേ? അവരെ ഏത് രീതി സാധാരണ നമ്മുടെ 4 വീലർ 2 വീലർ ഓടിക്കുന്ന പോലെ വെളിച്ചം വെക്കാൻ സാധിക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെ സാധിക്കില്ല. കടൽ എപ്പോഴാണ് ഉണ്ടാവുന്നത്, കടൽ എപ്പോഴാണ് ശക്തമാകുന്നതെന്ന് അവർക്ക് തിരിച്ചറിയണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നല്ലേ പറയേണ്ടത്? തുടരെ ഉണ്ടാകുന്ന മരണങ്ങൾ സർക്കാർ നടത്തുന്ന കൊലപാതകമല്ലേ? അവിടെ ആംബുലൻസ് സൗകര്യം ഉണ്ടെന്ന് പറയും. ആംബുലൻസ് സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ആളുകൾ കഴിഞ്ഞ ദിവസം മരിച്ച ആളെ കല്ലിനിടയിൽ നിന്ന് വലിച്ചു വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈ ഊരി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് നേരെ വസ്ത്രം ധരിപ്പിച്ചു കൊടുത്ത അടക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ മൃതദേഹത്തിന് മുകളിൽ കൂടി ജസ്റ്റ് വസ്ത്രം വച്ചു കൊടുക്കാനേ സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ദയനീയമായി ഞങ്ങൾക്ക് മൃതശരീരങ്ങൾ പോലും ലഭിക്കുന്ന ഒരു സാഹചര്യം, ജീവൻ പോകുന്നെങ്കിലും മൃതശരീരങ്ങൾ പോലും നേരെ ചൊവ്വേ ഞങ്ങൾ കാണാൻ പറ്റാത്ത സാഹചര്യം. അത്തരത്തിൽ ദയനീയമായിട്ടാണ് ഞങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നത്. ആ കുടുംബങ്ങൾക്ക് അവസാനമായി ഒന്ന് നേരെ ചൊവ്വേ അവരെ ഒന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഒരു വളരെ മോശമായ ചുറ്റുപാടിലൂടെയാണ് തീരദേശത്തുള്ള ജനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു വളരെ വിചിത്രമായ അവസ്ഥയാണ് മുതലപ്പുഴയിൽ. മറ്റൊരു രാജ്യത്തും ഇതേപോലെ സംഭവിക്കില്ല. കാരണം ആവർത്തിച്ചുള്ള മരണങ്ങൾ, അടുപ്പിച്ചുള്ള മരണങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്നു. എന്നിട്ടും അത് നോക്കി നിൽക്കുന്ന സർക്കാർ എന്താണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ അവരെടുത്ത സ്റ്റെപ്പ് എന്ന് പോലും ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല.
അതുകൊണ്ട് തന്നെയാണല്ലോ ആവർത്തിച്ചുള്ള മരണങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി നടന്നത്. ഇപ്പോൾ മറ്റൊരു സമരമുഖത്തേക്കാണ് തിരുവനന്തപുരം അതിരൂപതയുടെ KLCA മത്സ്യത്തൊഴിലാളികളും കൂടി കടക്കുന്നത്. അതിൻ്റെ സൂചനാ സമരമായിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശവമഞ്ചവും റീത്തും ഒക്കെ ആയിട്ട് സഭ നിർത്തിവെച്ച് ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് വെച്ച് നടത്തിയ ഒരു സമരം. എന്താണ് ഭാവി? ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? തീർച്ചയായിട്ടും. കാരണം പലരും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പ്രതിഷേധവുമായി തന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഈ 2023 ജൂണിൽ 4 പേർ ഒരുമിച്ച് മരിക്കുമ്പോൾ, ഞങ്ങളുടെ പുതുക്കുറിച്ചിയിലുള്ള സഹോദരങ്ങൾ മരിച്ചപ്പോൾ, ഞങ്ങൾ അന്ന് സെപ്റ്റംബർ 17 ഞങ്ങൾ അവിടെ മുതലപ്പുഴയിൽ തന്നെ മാർച്ച് നടത്തിയിട്ടുണ്ട്. 2 ഭരണകളുടെ നേതൃത്വത്തിൽ 2 ഭരണകളിലായി സംസ്ഥാന രൂപത നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളവിടെ ഇത് നടത്തിയിട്ടുണ്ട്. അന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പിതാവും മോൺസിഞ്ഞോറും അവിടെ വന്നപ്പോൾ അവരവിടെ കലാപത്തിന് ആഹ്വാനം നൽകി എന്നാണ് സർക്കാർ പറഞ്ഞത്. കേസെടുത്തിട്ടുണ്ട്, സർക്കാരിന് പറഞ്ഞിട്ട് കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ സ്റ്റേഷൻ മാർച്ച് നടത്തി. അനാവശ്യമായി കേസെടുത്ത് ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആവശ്യമില്ലാതെ കേസെടുത്തത് അത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷൻ മാർച്ച് നടത്തി. ആ സ്റ്റേഷൻ മാർച്ചിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കേസൊന്നും ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, ഞങ്ങൾക്ക് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. പ്രളയ സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു മന്ത്രി സജി ചെറിയാൻ മന്ത്രിയല്ല, MLA മാത്രം. ചെങ്ങന്നൂര് വെള്ളം കയറിയപ്പോൾ, ഒന്ന് പ്രളയമുണ്ടായി, വെള്ളം കയറിയപ്പോൾ, വീടുകളിൽ വെള്ളം കയറിയപ്പോൾ വാവിട്ട് വിളിച്ചു. അന്ന് മത്സ്യത്തൊഴിലാളികൾ ഏതൊരു പ്രതിഫലവും ഇല്ലാതെ സ്വന്തം യാനങ്ങളുമായി പോയി അവിടെ 100 ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ച ഒരു കാര്യമുണ്ട്. അന്ന് കേരളത്തിന്റെ സൈന്യം എന്നാണ് പറഞ്ഞത്. ആ സൈന്യം എന്ന് പറഞ്ഞ സർക്കാർ തന്നെയാണ് ഇന്നും ഉള്ളത്. അന്ന് വാവിട്ട് വിളിച്ച MLA ഇന്ന് മന്ത്രിയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ മന്ത്രി എന്തെങ്കിലും ഒരു നടപടി എടുക്കണ്ടേ? ആ പറഞ്ഞതിൽ എന്തെങ്കിലും അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ എടുത്തു നോക്കണം. ഞാൻ മത്സ്യത്തൊഴിലാളികളെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നാ പറഞ്ഞത്. ആ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിൽ ഒരംശമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മരണങ്ങൾ കണ്ടുനിന്നിട്ടും ഇത് പരിഹരിക്കാൻ സാധിക്കാത്തത്? ഇതിന് കൃത്യമായ നടപടിയെടുക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ആവശ്യ സമയത്ത് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ, അത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പടിക്ക് പുറത്ത് എന്നാണ് സർക്കാർ പറയുന്നത്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞത് ശരിയായിട്ടല്ലേ ഇപ്പോൾ വരുന്നത്? വിഴിഞ്ഞ സമരത്തിന് ഞങ്ങൾ പറഞ്ഞത് കൃത്യമല്ലേ? മുതലപ്പുഴി പരിഹരിക്കണം, മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണപ്പുഴയായി മാറുന്നു, നിങ്ങളത് കാണണം. ഇത് തെറ്റായിരുന്നോ? ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞങ്ങളുടെ ആശങ്കകളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഞങ്ങൾ ആർക്കും ശത്രുക്കളായി ഞങ്ങൾ ആരെയും കാണുന്നില്ല. നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളായി കാണരുത് എന്നാണ് സർക്കാരിനോട് അപേക്ഷയുള്ളത്. ഞങ്ങളെ ശത്രുക്കളായി കാണരുത്. പകരം ഞങ്ങളുടെ ഭാഗങ്ങളിൽ വികസനം വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞങ്ങളെ കുടുംബങ്ങളെ അനാഥരാക്കരുത്. ഞങ്ങളുടെ ജീവനുകൾ വച്ച് നിങ്ങൾ കളിക്കരുത്. ഇനിയൊരു മരണം ഞങ്ങൾക്ക് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ കുടുംബങ്ങൾ അനാഥരായി പോകുമ്പോൾ, ഞങ്ങളുടെ ഗൃഹനാഥന്മാർ ഞങ്ങൾ ഇല്ലാതാകുമ്പോൾ ആ വീടുകളെ ആരാണ് സംരക്ഷിക്കുന്നത്? ഇനിയും മരണമടഞ്ഞവർക്ക് കൃത്യമായ നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളോ ലഭിക്കാത്ത വീടുകളുണ്ട്, ലഭിക്കാത്ത കുടുംബങ്ങളുണ്ട്, വീട് സ്വന്തമായി ഇല്ലാത്തവരുണ്ട്. ഈ ഓല വച്ച വീട്ടിൽ ഒഴുകുന്ന മഴയത്തൊഴുകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. കൃത്യമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ ദുസ്സഹനമായ ഒരു അവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ ശത്രുക്കളായി കാണരുത് എന്നുള്ള അപേക്ഷ മാത്രമാണുള്ളത്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ. ഞങ്ങൾക്കൊരു ക്രെഡിറ്റും വേണ്ട. സർക്കാർ ക്രെഡിറ്റ് എടുത്തോളൂ. നിങ്ങൾ 3ാമതോ 4ാമതോ ഭരിച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമല്ല. തീരദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, അവർ പറയുന്ന ആശയങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുക. വളരെ കൃത്യമായ കാര്യങ്ങൾ, അറിവുകൾ, കടലറിവുകളുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആ അറിവുകൾ കൂടി നിങ്ങൾ കേട്ടുകൊണ്ട് കൃത്യമായ പരിഹാരം ഉണ്ടാക്കുക. ഇനി ഒരു മരണം സംഭവിക്കാതിരിക്കാൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. അവിടെ ജാതിമത ഭേദമന്യേ, അവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സംവിധാനമാണ് ഇനി കാണുന്നത്. ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റ് സംഘടനകളും മറ്റ് വിവിധ സംഘടനകളുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകുവാനാണ് KLCA ആലോചിക്കുന്നത്. ഞങ്ങൾ
കൃത്യമായി ഇതിന് ഫോളോ അപ്പ് ആയി കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഞങ്ങൾ മുന്നോട്ട് ശ്രമിക്കുന്നത് എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരുപാട് മന്ത്രിമാർ അവിടെ നേരത്തെയും സന്ദർശിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു മന്ത്രിമാർക്ക് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നാണ് തോന്നുന്നത്. കാരണം നല്ല ഭംഗിയാണ് വന്ന് കാണാനായിട്ട്. ഒരുപാട് പേർക്ക് പാലത്തിൽ നിന്ന് കാണുമ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം വന്ന് അതിന്റെ ഭംഗി ആസ്വദിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഭംഗിയല്ലല്ലോ ആസ്വദിക്കുന്നത്, ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന മന്ത്രി, ഇതിന് തൊട്ട് മുമ്പ് വി മുരളീധരൻ മന്ത്രിയായിരുന്നു, വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതിനു മുമ്പ് പലരും വന്ന് അവിടെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. കേന്ദ്രത്തിൽ വേറെ മന്ത്രിമാർ വന്ന് അവരുടെ BJP-യുടെ തന്നെ ഇവിടുത്തെ ചുമതല വഹിക്കുന്ന ജാവേദ്കർ വന്ന് നോക്കിയെന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യ അഭ്യാസമല്ലേ? ഇത് അവരുടെ ഒരു അഭ്യാസമല്ലേ? അവർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യട്ടെ. ഈ സുരേഷ് ഗോപിയാണ് മുൻകൈ എടുക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ മന്ത്രിയാണ് പിന്നെ മുൻകൈ എടുക്കുന്നതെങ്കിൽ ആര് മുൻകൈ എടുത്തോട്ടെ. ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾ ക്രെഡിറ്റ് എടുത്ത് നിങ്ങൾ വോട്ടാക്കുകയോ ജയിക്കുകയോ ഭരിക്കുകയോ എന്താ വേണമെന്ന് നിങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതമായി ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്തി ഞങ്ങളുടെ കുടുംബങ്ങളെ പോറ്റാനുള്ള ഒരു നിശ്ചയമായിട്ടുള്ള ഒരു കാര്യപരിപാടികളാണ് വേണ്ടത്. കൃത്യമായി അതിന്റെ അശാസ്ത്രീയത മാറ്റി ശാസ്ത്രീയമായി ഹാർബർ ആക്കി തരിക, ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരിക എന്നാണ് പറയാനുള്ളത്. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. ക്രെഡിറ്റ് ആർക്ക് വേണമെങ്കിലും എടുക്കാം, ആര് വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷേ പാവപ്പെട്ട ഈ ഒരു കേരളത്തിലെ തിരുവനന്തപുരത്തെ മുതലപ്പുഴയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടത് അവരുടെ ജീവൻ മാത്രമാണ്. ഓരോ ഭരണകൂടത്തിൻ്റെയും ലക്ഷ്യം അതിൻ്റെ കീഴിലുള്ള ജനങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ജീവന് വിലയില്ലാതെ ആകുമ്പോൾ ആ ഒരു നാടിൻ്റെ നാശം അവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ആവർത്തിച്ചുള്ള മുതലപ്പുഴയിലെ മരണങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. സർക്കാരുകൾ ഉണരട്ടെ. മത്സ്യത്തൊഴിലാളികൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ രക്ഷകരായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവൻ ഇപ്പോൾ രക്ഷിക്കാൻ, അവരുടെ ജീവൻ സംരക്ഷണം നൽകാൻ സർക്കാരിന് മനസ്സാകട്ടെ. ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത തിരുവനന്തപുരം അതിരൂപതയുടെ KLCയുടെ പ്രസിഡന്റ് ശ്രീ പാട്രിക് മൈക്കിൾ സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു.